വഖഫ് ബോർഡ് പുനഃസംഘടനയ്ക്ക് തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. എന്നാൽ വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ സജീവ പരിഗണനയിലായതിനാൽ അന്തിമ വിധിക്ക് ശേഷം മാത്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് ആണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡ് വിഷയത്തിൽ നിയമപ്രകാരമാണ് നടപടിയെടുക്കുമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. കേന്ദ്ര നിയമപ്രകാരം വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം. ഇക്കാര്യത്തിൽ പുറത്ത് വിവാദം പുകയുമ്പോഴും സർക്കാരിന് നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്ത വഖഫ് ബോർഡ് അതിന്റെ പ്രവർത്തനം ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോയിട്ടും നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കാൻ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഹൈക്കോടതിക്ക് തീരുമാനിക്കുവാനായി ഈ കേസ് തിരികെ ഹൈക്കോടതിയിലേക്ക് അയച്ചു. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഇക്കാര്യത്തിൽ ഒരു പ്രക്ഷോഭത്തിനോ വഴക്കിനോ ഇല്ല എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയിൽ ഇന്ന് കാര്യങ്ങൾ സമർപ്പിച്ചത്. വിഷയം സങ്കീർണമാക്കാൻ താല്പര്യമില്ല എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഹൈക്കോടതിക്കും അംഗീകരിക്കാൻ പറ്റൂ. കേന്ദ്ര നിയമപ്രകാരം 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണം. പുനഃസംഘടനയുടെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി.